Hello examiner family. ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല സമയങ്ങളിലും അല്ലെങ്കിൽ പല സ്റ്റേജസിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ. കാരണം ഒന്നുമല്ല, നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡുകൾ എഴുതാനുണ്ടാവും, ഒരുപാട് പഠിക്കാൻ. അതായത് നമ്മളുടെ 10th അതുപോലെ ചെറിയ ക്ലാസ്സുകളിലെ പോലെയല്ല, നമുക്ക് ഒരുപാട് സിലബസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഇതെങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു ഫുൾ മാർക്കിലേക്ക് അഥവാ ഫുൾ A+ എത്താൻ അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും, പലർക്ക് പല പല പ്രശ്നങ്ങളായിരിക്കും അല്ലേ. ഇപ്പോൾ ചിലർ മലയാളം മീഡിയം പഠിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ മനസ്സിലാവാത്ത പോലെ നന്നായി പഠിച്ചുകൊണ്ട് ഇരുന്നതായിരിക്കും 10th, പക്ഷേ നിങ്ങൾക്ക് +1 എത്തി അത് പിക്കപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാപ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വലിയ ബുക്ക് കാണുമ്പോൾ ഇതിനോടൊക്കെ ഒരു പേടി തോന്നിയിട്ട് പഠിക്കാൻ പറ്റാതെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സാമിനൊക്കെ പോയി ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ടെൻഷനായിട്ട് ബ്ലാങ്കായി പോയവരുണ്ടാവും. അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും വയ്യാതെയായിട്ടോ അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് വന്നതിന് അങ്ങനെ ഓരോ റീസൺസ് കൊണ്ട് പല ആൾക്കാർക്കും പല മക്കൾക്കും ബാക്ക്ലോഗുകൾ ഉണ്ടാവും അല്ലേ. ഒരുപാട് പഠിച്ചെടുക്കാൻ ഇനിയും ബാക്കി ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. പക്ഷെ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ ഒപ്പം ഇത്രയും കാലം നിങ്ങളുടെ ഈ ഒരു ജേർണി ഫുള്ള് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനിയും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനർ ഫാമിലി എൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇനി നമ്മുടെ മുമ്പിലുള്ളത് ക്രിസ്മസ് എക്സാംസ് ആണ്. ഇപ്പോൾ +1 കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓണം എക്സാംസ് അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സാം ക്രിസ്മസ് എക്സാംസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ +2 ആണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾ പെൻഡിങ്ങിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അതാണ് നമ്മളുടെ ഫൈനൽ എക്സാമിൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലപോലെ എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങുക, എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ റിവീലിന് വേണ്ടി നമ്മുടെ എക്സാമിനർ ഫാമിലി വരുന്നുണ്ട്. ഇതാ കൃത്യം ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് നമ്മുടെ ചാനലിലേക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ലൈവിൽ അറിയാം.